പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാര്, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി ഓർക്കുന്ന ദിവസം കൂടിയാണല്ലോ ശനിയാഴ്ച ദിവസം. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവാനുഗ്രഹമുള്ള അഭിഷേകമുള്ള മരിയൻ മണ്ണിലാണ് നമ്മൾ വന്ന് നിൽക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയൊക്കെ ചേരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ അനുഗ്രഹം വന്നു ചേരും. നമുക്ക് നല്ല ശ്രദ്ധയോടെ പങ്കുചേരാം. നമുക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കാനായിട്ടുള്ള യോഗ്യത നമുക്ക് ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ലഭിക്കട്ടെ. നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ മൂലം അനുഗ്രഹങ്ങൾ വഴിമാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിലെ ലേവി എന്ന പേരുള്ളയാൾ ഈശോയെ അനുഗമിക്കുകയാണ്. ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നയാളെ ഈശോ വിളിക്കും, ഉടനെ എഴുന്നേറ്റ് പോയി. നമുക്ക് ഈശോയെ അനുഗമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ളപ്പോഴൊക്കെ അനുഗമിക്കുക അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം അനുഗമിക്കുക അങ്ങനെയല്ല. നമുക്ക് മുഴുവൻ സമയവും ഈശോയുടെ കൂടെ തന്നെ ആയിരിക്കാനുള്ള കൃപ, അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓരോ ശ്വാസത്തിലും ഈശോയുടെ കൂടെ ആയിരിക്കാൻ, പെട്ടെന്ന് ഓടി വന്ന് ചിലപ്പോൾ ഒരു സങ്കേതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ മനസ്സ് നമുക്ക് പാകപ്പെടണമെന്നില്ല. കാരണം നമ്മൾ കർത്താവിന് വേണ്ടിയിട്ടൊരു ഒരു പ്രത്യേക അറയാണ് നമ്മൾ ഒരുക്കി വച്ചിരിക്കുന്നതെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയം പോവും. അപ്പോൾ ഈശോയ്ക്ക് തന്നെ മുഴുവൻ കൊടുത്താൽ ഷിഫ്റ്റ് ചെയ്യണ്ടല്ലോ. ഈശോയ്ക്ക് തന്നെ മുഴുവൻ കൊടുക്കുക. കുറച്ച് നേരം ഈശോയ്ക്ക് അങ്ങനെയല്ല, മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കുക. നന്ദി പറയാനും പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ കിട്ടാനും പിന്നീടൊരിക്കൽ വന്ന് ഇപ്പം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയാനും ഒക്കെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കും. പല വഴി നടന്നിട്ടും പലയിടത്ത് മുട്ടിയിട്ടും നമുക്കൊരു ആശ്വാസം കിട്ടാതിരിക്കുന്ന വിഷയങ്ങൾ ഇവിടെ അതിനൊരു പരിഹാരമുണ്ടാകട്ടെ. അത് ദൈവം നമുക്ക് അനുവദിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങയെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങ് പുത്രന്റെ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ, കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ നിയമം അവികലവുമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ, കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ, കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ, കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. എൻ്റെ അഭയശിലയും വിമോചകനും ആയ കർത്താവേ,
എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ വാക്കുകൾ കർത്താവേ അങ്ങയുടെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ 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 ദരിദ്രരെ സുവിശേഷം അറിയിക്കാനും ബന്ധിതർക്ക് മോചനം നൽകാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങയും ആത്മാവോടും കൂടി. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിച്ചു. അവൻ കടന്നുപോകുമ്പോൾ ഹെൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെയിരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവർ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷണത്തിനിരിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗങ്ങളുമായി നമ്മൾ ധ്യാനിക്കുമ്പോൾ രക്ഷപ്പെടാനായിട്ടുള്ള മറ്റൊരു വഴിയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷപ്പെട്ട് നിൽക്കാൻ കുറേ വഴികളുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ടൊരു വഴിയാണ് രമ്യതപ്പെടുക. കർത്താവിനോട് അങ്ങ് കൂട്ടുകൂടി അങ്ങ് നിൽക്കുക. കർത്താവിനോട് രമ്യതപ്പെട്ട് നിൽക്കുക. ജോബിൻ്റെ പുസ്തകത്തിൽ 22-21 വാക്യം, ദൈവവുമായി രമ്യതയിലായി സമാധാനത്തിൽ കഴിയുക, അപ്പോൾ നിനക്ക് നന്മ കൈവരും. ദൈവത്തിന് അനുഗ്രഹം കിട്ടാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണിത്. മത്തായിയുടെ സുവിശേഷം 18-19 വാക്യം, ഭൂമിയിൽ നിങ്ങൾ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും, അത് യോജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പരമുള്ള അനുരഞ്ജനമുണ്ട്, ദൈവവുമായിട്ടുള്ള അനുരഞ്ജനമുണ്ട്. ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു എന്നല്ല നമ്മൾ പാപസങ്കീർത്തനം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ദൈവമായിട്ടുള്ളൊരു രമ്യത അതാവശ്യമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച, ഉറപ്പുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണ്. ഇപ്പോൾ നമുക്ക് ഈ
ലേവിയുടെ കഥ സംഭവം നമ്മൾ വായിക്കുമ്പോഴും അദ്ദേഹം ചുങ്കസ്ഥലത്തിരിക്കുകയാണ്. ചുങ്കസ്ഥലത്ത് നിന്നാണ് ഈശോ അവനെ വിളിക്കുക. ഉടനെ എഴുന്നേറ്റ് പോയി. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നോ അല്ലെങ്കിൽ കുറച്ച് നേരം എനിക്കൊന്ന് ആലോചിക്കാനുണ്ട് എന്നോ അങ്ങനെ ഒരു നടപടിയില്ലാതെ ഈ കർത്താവിൻ്റെ പുറകെ പോകുക എന്ന ആ തീരുമാനത്തിന് അവൻ തീരുമാനമെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈശോയുടെ ഇനീഷ്യേറ്റീവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം ആണ് മുന്നേ നിൽക്കുന്നത്, കൂടെ നിൽക്കുന്ന ദൈവം, ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ദൈവം. ഇന്നത്തെ 1-ാം വായനയിൽ അത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. നമ്മളോട് കൂടെ സഹതപിക്കാൻ കഴിയാത്തവനല്ല, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമ്മൾക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. നമ്മൾ സമീപിക്കാനുള്ളത് ദൈവത്തെ തന്നെയാണ്, ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യമാണ്. അപ്പോൾ ഏത് കുമ്പസാരിക്കാൻ പോയാലും കർത്താവിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ പാതി മനസ്സോടെ വന്ന് നിന്നിട്ട് കാര്യമില്ല. ഒരു തീരുമാനം വേണം, ഒരു തീരുമാനം. കുമ്പസാരത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് തീരുമാനം. ഇല്ലേ, മേലിൽ പാപം ചെയ്യുകയും ദൃഢപ്രതിജ്ഞ എടുക്കുന്നത് 3-ാമത്തെ കാര്യമാണ്. പാപങ്ങൾ നല്ല കുമ്പസാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ 5-ൽ അത് 3-ാമത്തെ കാര്യമാണ് ഒരു പ്രതിജ്ഞ എടുക്കുക, ഞാൻ ഇനി മേലിൽ പാപം ചെയ്യുക ഇല്ല എന്നത്. അപ്പോൾ ഒരു തീരുമാനമെടുക്കാത്ത കുമ്പസാരം അത് കുമ്പസാരമല്ല. അപ്പോൾ ഈ ലേവി നല്ലൊരു തീരുമാനമെടുത്തത് കൊണ്ടാണ് അവന് അനുഗ്രഹം ഉണ്ടായത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അത് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈ കർത്താവിനെ സമീപിക്കുമ്പോൾ, കരുണയുടെ സിംഹാസനത്തിൽ നമ്മൾ സമീപിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ആ തീരുമാനത്തോടുകൂടി വേണം കർത്താവിനെ സമീപിക്കേണ്ടത്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ മനസ്സ് വച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും, വിശ്വസ്തതാപൂർവം പെരുമാറണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്, ഞാനല്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തീരുമാനം വേണം. പ്രഭാഷകൻ 15:15 ജീവനും മരണവും ഒക്കെ ഉണ്ട്, എല്ലാം എന്ത് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ ഉള്ളിൽ നന്മയുണ്ട്, തിന്മയുണ്ട്, നമ്മുടെ മുന്നിലുള്ളത് എന്ത് വേണമെങ്കിലും എടുക്കാം. നന്മയ്ക്ക് വേണ്ടി തീരുമാനിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടും. ജോബിൻ്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ എനിക്ക് അജ്ഞാതമായ തെറ്റുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണമേ, ആരെങ്കിലും ദൈവത്തോട് ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഒരു ചോദ്യമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ. ഞാൻ അനീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ആവർത്തിക്കുകയില്ലെന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? നീ തിരസ്കരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നിൻ്റെ ഇഷ്ടമനുസരിച്ച് ശിക്ഷ നൽകണമോ? നീയാണ്, ഞാനല്ല തീരുമാനിക്കേണ്ടത്, നീയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെയുള്ളൊരു പ്രാർത്ഥനയാണ്, ഇനി ഞാൻ കുറ്റം ചെയ്യുകയില്ല കർത്താവേ, ഞാൻ കുറ്റം ചെയ്യുകയില്ല. എനിക്ക് അജ്ഞാതമായ തെറ്റുകളുണ്ടെങ്കിൽ അതെനിക്ക് കാണിച്ച് തരണമേ. അറിയാത്ത ഏതെങ്കിലും ഒരു പാപം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പൂർണ്ണമായിട്ടും തീരുമാനമെടുത്ത് കർത്താവിന് മുമ്പിൽ വരുമ്പോഴാണ് അനുഗ്രഹം ഉണ്ടാകുക. ഇനി നമ്മൾ ചിലപ്പോഴൊക്കെ കുമ്പസാരിക്കുമ്പോൾ ആളുകൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, വലുതായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ന്യായീകരണത്തിന് അവിടെ സ്ഥാനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. നമ്മൾ ന്യായീകരിക്കരുത്. ഒരു തെറ്റ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കർത്താവിന് മുമ്പിൽ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യുക, സോറി പറയുക. കുറച്ചുകൂടി കൂടുതൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കരുണ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വലിയ പാപിയാണ് കർത്താവേ, വിശുദ്ധരൊക്കെ പറയുന്നത് ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപിയാണ് എന്ന് പറയുമ്പോൾ അത്രയും കരുണ കിട്ടും. നമ്മളിപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അത്രയൊക്കെ കിട്ടുകയുള്ളൂ അനുഗ്രഹമായിട്ട്. അപ്പോൾ കൂടുതൽ അങ്ങ് അത്രയും ന്യായീകരണമില്ലാതെ നമ്മൾ അത് പറയണം. അപ്പോൾ ഈ യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, പാപമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മവഞ്ചന ചെയ്യുന്നു. 1 യോഹന്നാൻ 1-8 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നാം അവനെ വ്യാജം പറയുന്നവനാക്കുന്നു, അവൻ്റെ വചനം നമ്മിലുണ്ടായിരിക്കുകയുമില്ല. അപ്പോൾ വചനം ഈശോ വിളിച്ചു, ലേവിയെ വിളിച്ചു. അപ്പോൾ വചനം വാക്ക് അവൻ്റെ ഉള്ളിലേക്ക് കയറി, അപ്പം തന്നെ പോയി അനുഗമിച്ചു, ഈശോയുടെ പുറകെ പോയി. അപ്പോൾ വചനം നിലനിൽക്കുക.
ഇന്നത്തെ 1-ാം വായനയിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുക. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ ഈശോയുടെ വാക്ക്, ഈശോയുടെ ആ വിളി അത് ഉള്ളിലേക്ക് കയറുമ്പോൾ, ഈശോയുടെ വചനം കയറുമ്പോൾ നമുക്ക് അത് രക്ഷയുണ്ട്. അതുതന്നെയാണ് ഈ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേൾക്കുന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കർത്താവിനോട് രമ്യതപ്പെട്ട് നിൽക്കുക. അപ്പോൾ നീ അവിടുത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് ശ്രവിക്കുകയും ചെയ്യും, നിൻ്റെ നേർച്ചകൾ നീ നിറവേറ്റും. അതായത് നമ്മൾ നേർച്ച നേരുന്ന എപ്പോഴാം, ഇന്നൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞ് നേരും. അപ്പോൾ കാര്യം സംഭവിച്ചാലല്ലേ നേർച്ച നിറവേറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നിന്നാൽ നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. കർത്താവിനോട് രമ്യതപ്പെട്ട് നിന്ന്, കർത്താവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേർച്ച നിറവേറ്റാം. അതായത് ആ സംഭവം നടക്കും. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യം നടക്കും. നീ തീരുമാനിച്ച കാര്യം നിനക്ക് സാധിച്ചു കിട്ടുകയും ചെയ്യും. നമുക്ക് ഇന്ന് ഈ ഒരു ഉൾവിളി, ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് കിട്ടട്ടെ. എന്തെങ്കിലും ഒരു തീരുമാനം കർത്താവിനോട് പറ. തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരുമാനം കുമ്പസാരത്തിൽ ആദ്യം തന്നെ കർത്താവിന് നന്ദി പറയേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവെ അനുഗ്രഹം തരാനാണല്ലോ വിളിച്ചത്, നന്ദി പറയാം. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ തീരുമാനങ്ങൾ പറയണം. തീരുമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അനുഗ്രഹിക്കും. തീരുമാനങ്ങൾ നിറവേറ്റാനുള്ള കൃപ പോലും ദൈവം തരും. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ആന്തരിക സൗഖ്യം കൂടി കിട്ടിയാൽ, പഴയതെല്ലാം മറന്നു കളയാനുള്ള ഒരു ആന്തരിക സൗഖ്യം, പുതിയത് തുടങ്ങാനായിട്ടുള്ളൊരു പുത്തൻ ഉണർവ്, അത് കുമ്പസാരത്തിലൂടെയാണ് കിട്ടുന്നത്. അത് തീരുമാനം കഴിഞ്ഞാൽ അത് കിട്ടും. പുത്തൻ ഉണർവ് തീരുമാനിക്കുമ്പോഴാണ് പുത്തൻ ഉണർവ് കിട്ടുന്നത്. പഴയത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ പുത്തൻ ഉണർവ് കിട്ടുന്നത്? പഴയതെന്ന് പിടുത്തം വിടാതെ എങ്ങനെയാണ് പുത്തൻ ഉണർവ് കിട്ടുന്നത്? ലേവി പഴയതെന്ന് പിടുത്തം വിട്ടു. പഴയത് പിടുത്തം വിട്ട് കഴിഞ്ഞപ്പോഴാണ് പുത്തൻ ഉണർവ് കിട്ടിയത്. പഴയത് കുറച്ച് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതാണ് തീരുമാനത്തിൻ്റെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പഴയത് വിട്ടിട്ട് പുതിയതിലേക്ക് വരാൻ ദൈവം ഒരു ആന്തരിക സൗഖ്യം തരും. ദൈവം നമുക്ക് കൃപയും തരും. അതാണല്ലോ പ്രസാദപരം. കുമ്പസാരത്തിലൂടെ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പാപികളുടെ കൂടെ നിൽക്കുന്ന ദൈവം ഇല്ലേ. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനാണ്, നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ്. പാപികളെ കൂടെ നിൽക്കുന്ന ദൈവം. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. പാപികളെ തേടി വന്ന പാലകനേശുവേ, പാദതാരിൽ വന്നു നിൽക്കും പാപിയെ കാക്കണേ. ആമേൻ. എണ്ണയോ പൈതലാകുവാൻ പാപം നീക്കിടും ഞാനേ കഴുകിടൂ എണ്ണയോ പൈതലാകുവാൻ ജീവിതത്തിൻ്റെ നന്മയിൽ കഴുകി നിർമ്മലരാകിട യേശുവിൻ പേരിൽ സദരം ശ്രേഷ്ഠമാം പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടെ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ
പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകാൻ തിരുവുള്ളമായി അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകനാം നിരഞ്ഞുമതയും വിണ്ടലുമോ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേക്കും ധന്യതുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായി പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഊറ്റിക്കൊടുക്കപ്പെട്ട് സോമനസ്രാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക്
ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണമേ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങ് പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായ രാജമെത്രാനോടും വൈദിക ഗണങ്ങളോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും
കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണി എൺകളിൽ കണിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണി എൺകളിൽ കണിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണി എൺകൾ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ, കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങനെ ഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തില് പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.